നിർത്തിയാ മതി. ബാലേന്ദ്ര എന്ത് പറ്റാൻ? എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, വന്നേ. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായി അമ്മ പോര് സഹിച്ച് എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന എന്റെ പെങ്ങൾ മാധവി ഒടുവിൽ സഹികെട്ട് ഗത്യന്തരമില്ലാതെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വന്നപ്പോ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അവളോട് അല്പം കരുണ കാണിക്കാൻ ഇവിടെ ആരുമില്ലേ? അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും. എന്താ എല്ലാവരും വരും? നാ ഇറങ്ങിപ്പോയോ? ബാലേന്ദ്ര, നീ ഇന്ന് തന്നെ അഡ്വക്കേറ്റ് കോശിയെ കാണണം. അളിയനൊരു വക്കീൽ നോട്ടീസ് അയക്കണം. നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ. എന്റെ കുഞ്ഞിന് തന്ത ഇല്ലാതാക്കണം നിന്റെ പുറപ്പാട്. ബാലേന്ദ്ര, നീ ഒരു മുന്തം ആരെ അറിയിക്കണ്ട. എന്തെല്ലാം ചിരിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ വരവ് കണ്ട് ചിരിച്ചതാണേ. അത്രയ്ക്ക് കോമഡിയാണ് എന്റെ വരവില്ലേ? നിന്റെ ഈ ജോലി തന്നെയുള്ള നടപ്പ് കാണുമ്പോ ഒരല്പം കോമഡി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോലിയും കിട്ടി ശമ്പളവും വാങ്ങിച്ചോണ്ടിരിക്കണ്ട നീ തൂമ്പയുമായി പറമ്പിലൂടെ നടക്കുന്ന കാണുമ്പോ ഒരല്പം സെന്റിമെന്റ്സ് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 60% ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരിൽ ഒരാളാവാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്റെ പൊന്നു മോളെ, ഈ ഇന്റർവ്യൂവും ടെസ്റ്റും ഒക്കെ നിർത്തി വെച്ചിട്ട് അടുക്കള പണിക്ക് അമ്മയെ സഹായിക്കാൻ നോക്ക്. ശരി, നിന്റെ വാക്ക് കേട്ട് ഞാനിവിടെ ഇരിക്കാം. പക്ഷേ 5-6 ലക്ഷം സ്ത്രീധനം കൊടുത്ത് എന്നെ കെട്ടിച്ചയക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഒരു നല്ല ജോലി കിട്ടിയ നല്ലൊരു ബന്ധവും കിട്ടും. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ ജോലിക്ക് ട്രൈ ചെയ്യുന്ന? എന്തെത്ര സംശയം? ഒരു നല്ല ജോലി മിണ്ടാതിരടി. മനസ്സിന്റെ സമനില തെറ്റിയിരിക്കുമ്പോഴേ അവളുടെ കലവിലാന്നൊരു വർത്തമാനം. ഒരാൾക്ക് കെട്ടിയതിന്റെ പ്രയാസം, ഒരാൾക്ക് കെട്ടാത്തതിന്റെ വിഷമം. അയ്യോ, ഞാൻ ചേച്ചി ഒന്നും ശ്രദ്ധിച്ചില്ല. ഓ, അല്ലെങ്കിൽ ആർക്കാ എന്റെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധ? ഈ സാരി പുതിയതാ? കഴിഞ്ഞതോടെ ഞാൻ പിണങ്ങി വന്നില്ലേ, അപ്പം ഭാർഗവൻ ചേട്ടൻ വാങ്ങി തന്നതാ. അത് ശരി. നീ ഇങ്ങനെ എപ്പോഴും വഴക്ക് കൂടിയിട്ട് വരണത് സാരി കെട്ടുമ്പോ കരുതിട്ടാ? സംശയം ഉണ്ടോ അമ്മയ്ക്ക്? ഭാർഗവനിങ്ങി വരട്ടെ. രാമ 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 പാകിമാം രാമപാദം കേൾക്കണേ. എനിക്കറിയാം നീ വരുന്നു, കാത്തിരിക്കായിരുന്നു. മാധവി എന്തേ ഉറക്കിലാണോ? അതൊക്കെ മാറി ഇപ്പൊ തിരിച്ചു പോകാൻ ഇരിക്കാം. പതുക്കെ പറഞ്ഞാ മതിട്ടാ. വെള്ളോ ഗ്ലാസ് ഞാൻ നേരത്തെ കരുതി. അനി നാടൻ ഇത് എവിടെ പൊപ്പിട്ടു? ഇപ്പൊ ഇതിനൊരു പഞ്ഞമില്ല, ഇഷ്ടം പോലെയല്ലേ. ചേച്ചി, ഭാർഗവൻ ചേട്ടനെത്തി. ഇതും കൂടി മുത്തച്ഛൻ കുടിച്ചോ? മുത്തച്ഛന് ഇനി അധികം ആയുസില്ലല്ലോ. എന്താ ഇത്ര വൈകിയത്? ഞാൻ ഇത്ര നേരമായി പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നറിയോ? അപ്പൊ വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നതൊക്കെ മറന്നോ? ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. നമ്മുടെ ബന്ധം ഇവർക്ക് കൂടി വേർപ്പെടുത്താൻ നോക്കുക. എന്റെ അളിയ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ അങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കേണ്ടി വന്നു. നന്നായി മടങ്ങി പോരാൻ ഇവിടെ ഒരു കാരണം നോക്കിയിരിക്കായിരുന്നു. ഏതായാലും രാത്രിയിൽ ഇനി യാത്ര വേണ്ട. അവളിവിടെ 2-3 ദിവസം നിക്കട്ടെ. അങ്ങനെ നിർബന്ധിക്കരുത്. എനിക്ക് കൊച്ചിനെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല. കൊച്ചിന്റെ അമ്മയെ കാണാതെ ഉറക്കാൻ പറ്റൂലെന്ന് പറയാൻ നിനക്കെന്താ എത്ര നാം? ഏതായാലും ഇനി അമ്മയുടെ പിറന്നാള് കൂടിട്ട് പോയാൽ മതി. 2 പേര്. 9, 10, 11, 12. പ്രഭാവതി. ഹായ് മാല. ഹായ് രമണി. നിങ്ങൾ ഇവിടെ എത്തിയോ? നിനക്കപ്പോ യൂണിയൻ കെമിക്കൽസിൽ സെലക്ഷൻ കിട്ടിയില്ലേ? വീതി വേണ്ടേ മോളെ? അതിരിക്കട്ടെ. സൂര്യ എന്തിയെ? അതറിഞ്ഞില്ലേ? അവക്ക് SBT കിട്ടി. ആ മണ്ടിക്കോ? ബുദ്ധിയല്ല വേണ്ടത്, ഭാഗ്യ. ലക്കി ഗേൾ. ഈ സാരി കൊള്ളാലോ. ഇതെവിടുന്ന്? അതെയോ? എന്നാലും വെറൈറ്റി സെലക്ഷൻസ് കിട്ടണമെങ്കിൽ പ്രാർത്ഥനയിൽ പോണം. സാരികളുടെ മായ പ്രപഞ്ചം എന്നൊക്കെ പറയും പോലെ. നിന്റെ സാരി ക്രേസ് ഇതുവരെ മാറിയില്ലേ? അതൊരു സ്വപ്ന. ഒരു 100 സാരിയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ഒരു അതിമോഹം. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ഇതിന്റെ MD ഒരു മരങ്ങോടൻ കോന്നനാണെന്ന് തോന്നുന്നത്. വല്ലാത്തൊരു നോട്ടവും ചിരിയും ചോദ്യവും ഒക്കെ. പ്രഭാവതി, ഇരിക്കൂ. എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? എന്തിനു വേണ്ടിയാണ് ഈ ജോലിക്ക് ശ്രമിക്കുന്നത്? എന്റെ വീട് തൃക്കാരിയൂർ. ഞങ്ങൾ 5 മക്കളാ. കൂടാതെ അമ്മയും മുത്തശ്ശനും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ ജോലി ജീവിക്കാൻ വേണ്ടി, സമൂഹത്തിൽ മാന്യതയ്ക്ക് വേണ്ടി. ഞാൻ മാറാത്തനേഷ്യസ് കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രിക്ക് ശേഷം അഡീഷണലായി സെക്രട്ടറിയൽ കോഴ്സും പാസ്സായിട്ടുണ്ട്. സാർ, ഈ സർട്ടിഫിക്കറ്റുകൾ നോക്കണം. എന്റെ 3 ചെറിയ ചോദ്യങ്ങൾക്ക് മിസ് പ്രഭാവതി ഒരുപാട് ഉത്തരങ്ങൾ നൽകി കഴിഞ്ഞു. കുറച്ച് ഓവറായില്ലേ എന്നൊരു ഡൗട്ട്. ക്ഷമിക്കണം സാർ, പല ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ ശീല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് കാണാപ്പാടാ.
ചിലരാണെങ്കിൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ഈ കമ്പനി കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിന്റെ എണ്ണം എത്രയാ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിന്റെ എണ്ണം വരെ എടുത്തിട്ടാ ഇങ്ങോട്ട് കയറിയത്. ഭൂമിക്ക് എത്ര വയസ്സായി? കടലിൽ ഉപ്പ് ചൊരിഞ്ഞതാര്? ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു കഴുതയുടെ കൊമ്പിന് എത്ര നീളം വരും? ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത PSC ഗൈഡുകൾ നോക്കി പഠിച്ചിട്ട് ഇന്റർവ്യൂ വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ അറിയണ്ടു, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി തന്നാൽ എനിക്കെന്ത് തരും? ഛീ, ഞാൻ അത്രക്കാരിയല്ല. എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട. ഒന്നിന്നെ ഞാനൊന്ന് പറയട്ടെ. വിടോ, സാരി ഒന്ന് വിടോ. വിടാനാ പറഞ്ഞത്. ഛീ, വിടോ. സോറി സാർ, ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? സാറ് സാരി പിടിച്ചതാണെന്ന്. ഒരുപാട് ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത് ശീലിച്ച മിസ് പ്രഭാവതിക്ക് ഇത്തരം ഒരു തെറ്റിദ്ധാരണ വന്നതിൽ അതിശയിക്കാനില്ല. എന്റെ ചോദ്യം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത, കൃത്യനിഷ്ഠ, അതാണ് ഞാൻ പ്രതീക്ഷിച്ച മറുപടി. എനിവേ, നൗ യു ക്യാൻ ഗോ. ഈ ജോലി എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ അപ്പോയിന്റ്മെന്റ് ഓർഡറും പ്രതീക്ഷിച്ച് പോസ്റ്റ്മാനെ കാത്തിരിക്കുന്നത്? നെക്സ്റ്റ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ നാഷണൽ എക്സ്പ്രസിൽ നിന്ന്. അമ്മേ, ചേച്ചിക്ക് ജോലി കിട്ടി. എന്തേ, വിശ്വാസായില്ലേ? സ്വപ്നത്തിൽ പോലും എനിക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എനിക്കറിയായിരുന്നു കിട്ടുമെന്ന്. ഞാൻ ഒത്തിരി കളിയാക്കാറുണ്ടെങ്കിലും നിനക്കൊരു ജോലി കിട്ടണമെന്നാ ദിവസവും പ്രാർത്ഥിക്കാറ്. അതിന്റെ ക്രെഡിറ്റ് നിനക്ക്. എന്റെ സ്മാർട്ട്നെസ്സും ബുദ്ധിയും കണ്ടിട്ടാ എന്നെ ജോലിക്കെടുത്തത്. ജോലി കിട്ടിയപ്പോഴേ നില മറക്കല്ലേ മോളെ. നിനക്ക് അസൂയ, മുഴുത്ത അസൂയ. അമ്മ പറയാറില്ലേ മോളെ, നിരന്തര പ്രയത്നം വിഫലമാവില്ലെന്ന്. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ മുത്തശ്ശനൊരു ബോട്ടിൽ വാങ്ങിത്തരും. ഇച്ചിരി നിറമുള്ളത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. ശമ്പളം കിട്ടിയാലുടൻ ഞാൻ ഇവനെ ഒരു നല്ല തൂമ്പ വാങ്ങി കൊടുക്കും. പറമ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിളക്കട്ടെ. പ്രഭാവതിയുടെ വീടല്ലേ? അതെ. ഞാൻ നാഷണൽ എക്സ്പോർട്സിൽ നിന്നാ. വണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ? കമ്പനിയിലെ സ്റ്റാഫുകൾ വരണതും പോണത് ഈ വണ്ടിയില്ല. ചേച്ചി, ഇത് കമ്പനി വണ്ടി ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. വല്ല തട്ടിപ്പുകാരുമായിരിക്കും. അതെ, ഞാൻ ബസ്സിൽ വന്നോളാം. ടാറ്റയുടെയും ബിർളയുടെയും കമ്പനിയല്ലേ, വണ്ടി അയച്ച് സ്റ്റാഫിനെ കൊണ്ടുപോവാൻ. പോഞ്ഞ് അത് നാഷണൽ സ്പോർട്സിന്റെ വണ്ടിയല്ലേ? ദൈവമേ, കമ്പനി വണ്ടി തന്നെയാ. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തില് MD സ്ട്രിക്റ്റാ. ഈ ബുദ്ധസിന്റെ വാക്ക് കേട്ട് ഞാൻ പെരുവഴിയിലായാലും എന്റെ ഈശ്വരാ. ചേട്ടാ, എന്നെ ഒന്ന് സ്കൂട്ടറിൽ കൊണ്ടുവിടോ. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന പ്രോബ്ലം ആവും. അയ്യോ, ഞാൻ ആ വഴിക്കല്ല. ഒന്ന് കൊണ്ടുവിടടാ, നിന്റെ പെങ്ങളല്ലേ. ആണോ? അടിജിയാണ്. ഇന്നേതായാലും നീ കറക്റ്റ് സമയത്ത് ആപ്പിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, വണ്ടി ശരിയാവോ? ശരിയാവും. ഒന്ന് കൊണ്ട് കളയാമോ ഈ പാട്ട വണ്ടി? ഞാൻ ബസ്സിൽ പോകണം. അതാ ബുദ്ധി. ഒരു 5 മിനിറ്റ് വേണ്ട. Morning, sir. മോർണിംഗ്. ആ ഫ്രഷ് അപ്പോയിന്റ്മെന്റ്. എന്താ കുട്ടിയുടെ പേര്? ആ, പ്രഭാവതി. കയറിയില്ലേ? ഇല്ല സാർ, അവർക്ക് കമ്പനി വണ്ടിയിൽ വരാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. ടാറ്റായും ബിർളയും പോലെ വലിയ കമ്പനി ഒന്നും അല്ലല്ലോ.
അഹങ്കാരിയാണല്ലേ? ഇന്ന് ബസ് കിട്ടി ഓഫീസിലെത്തുമ്പോ ആ കുട്ടി ഒരുപാട് വൈകും. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്മസ് ചെയ്തേക്കാം അല്ലേ?